അസ്സലാമു അലൈക്കും. നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനും ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റുമായ താജുദ്ദീൻ, വേദിയിലുള്ള ബഹുമാന്യനായ HM, അതുപോലെ തന്നെ ഈ സ്നേഹസമ്മേളനത്തിൽ എത്തിച്ചേർന്ന സക്കാഫി, അൽബിയാജി അടക്കമുള്ള ബഹുമാനപ്പെട്ട മുൻ PTA പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റ് അസ്കർ മാസ്റ്റർ, മുൻ വാർഡ് മെമ്പർ രുക്മിണി, വേദിയിലെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ചെറുപ്പാലത്തിനെ സംബന്ധിച്ചിടത്തോളം 50 വർഷം പിന്നിട്ട് ഈ സ്കൂൾ പിന്നിടുമ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം ഇവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്ര സംഭവമാണ്. നമ്മുടെ ഈ നാട്ടിലുള്ള മദ്രസകളിലൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ 2ലും 3ലും എത്തുമ്പോൾ കുറഞ്ഞ കുട്ടികൾ മാത്രം കടുങ്ങല്ലൂരിലും അതുപോലെ തന്നെ ആക്കപ്പറമ്പിലേക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആ കാലഘട്ടത്തിൽ പോകാനുള്ള പ്രയാസം, സാമ്പത്തിക പ്രയാസവും വഴിയുള്ള പ്രയാസങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസം അകന്നു പോയ ഒരു കാലഘട്ടത്തെ വീണ്ടെടുത്തത് ബഹുമാനപ്പെട്ട മർഹൂം നമ്മുടെ കറുത്തോടൻ ആദികുട്ടിയാജി കുയ്മണ്ണ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാകുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ മമ്മൈസാജും അതുപോലെ തന്നെ കുഞ്ഞുമാജി, ആദികുട്ടിയാജി പോലത്തെ ആ പ്രായമുള്ള നമ്മുടെ നാട്ടിലെ കാരണവന്മാർ ഒത്തുകൂടുകയും ചെറുപ്പാലത്തിന് ഒരു സ്കൂൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചർച്ചകൾ പലതും നടന്നു. പിന്നെ അത് തരാം, അത് ഇവിടെ നമുക്ക് സ്കൂൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചർച്ചകൾ മാത്രമല്ല, അത് അക്കരെയാകണം ഇക്കരെയാകണം എന്നുള്ള ഒരു ചർച്ച വീണ്ടും ഉടലെടുത്തു. ബഹുമാനപ്പെട്ട നമ്മുടെ മടത്തിപ്പാറ മുഹമ്മദാക്കൊക്കെ ഇവിടെ ഉണ്ട്, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതാണ്. വീണ്ടും ചർച്ച വന്നപ്പോൾ ആലുകുട്ടിയാക്കും അതുപോലെ തന്നെ ആ സദസ്സിൽ വന്ന ഏത് കരമലാണ് കൂടുതൽ കുട്ടികളുള്ളത്, ഏറ്റവും കൂടുതൽ വീടുകളുള്ളതെന്നുള്ള ചർച്ചയിൽ വന്നു. അങ്ങനെ തന്നെ വീടെണ്ണിയപ്പോൾ നമ്മുടെ ഈ മടത്തിങ്ങൽ മുക്കിലാണ് ചെറുപ്പാത്തിങ്ങൽ ഏറ്റവും കൂടുതൽ വീടുകളുള്ളത് ബോധ്യപ്പെടുകയും പിന്നെയും ഒരു നിർദ്ദേശം വെച്ചു, മടത്തിങ്ങലിൽ ഭാഗത്ത് കുറച്ച് സ്ഥലം സ്കൂളിന് വിട്ടു തരണം അവർക്ക് സ്കൂൾ അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മർഹൂം മമ്മൈസാജിനെ നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം മുന്നിൽ നിന്നും പായുവയുടെ മുഹമ്മദാക്കാനെ പോലത്തെ ആൾക്കാർ പിന്നിൽ നിൽക്കുകയും ഈ സ്ഥലത്ത് 2-3 വീടുകൾ മാറ്റി പാർപ്പിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ മുഹമ്മദ് സാജിദിന് സ്ഥലം ഒരുക്കിയതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ വയ്യ. പാർക്കുന്ന വീടുകളിൽ നിന്നും മാറ്റിക്കൊണ്ട് മറ്റു സ്ഥലങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രയത്നം ഇന്ന് നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തികൾ പിന്നിലുമുണ്ട്. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വ്യക്തികൾക്ക് ഇവിടെ പറയാനുള്ളത് കൊണ്ടൊന്നും ഓർക്കുന്നില്ല. നമുക്കറിയാം ഈ നാടിനെ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ഈ സ്ഥാപനത്തിന് കടുങ്ങല്ലൂർ സ്കൂൾ അതുപോലെ തന്നെ മറ്റു പല സ്കൂളുകളുണ്ടെങ്കിലും അസ്കർ മാസ്റ്ററൊക്കെ മുന്നിൽ നിർത്തി തന്നെ പറയുകയാണ്, ഞാൻ കടുങ്ങല്ലൂർ സ്കൂളിൽ PTA പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ സ്കൂളിൻ്റെ ഒരുപാട് യോഗങ്ങൾ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം, അവിടുത്തെ ടീച്ചേഴ്സിനുണ്ടായൊരു അനുഭവം അവരവന് വരിക്കുണ്ടായി. കാരണം ചെറുപ്പത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ സുഖമാണ്. കാരണം അവർ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂൾ ചെറുപ്പാലം സ്കൂളാണെന്ന് പറഞ്ഞു. ഞാനത് എടുത്തു പറഞ്ഞ ഏറ്റവും ഇതല്ല, അവിടെ നിന്നുണ്ടായ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് സമീപ പ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ ബസ് വന്ന് നിൽക്കുമ്പോൾ മറ്റു ബസ്സിൽ കയറാതെ നമ്മുടെ സ്കൂളിലേക്ക് 2 ഡിവിഷനുകളിൽ എത്തിപ്പെട്ടത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ നാട്ടിലുള്ള ടീച്ചേഴ്സിന് പഠിപ്പിക്കാനുള്ള കരുത്ത് നൽകുന്നത് നാട്ടിലെ രക്ഷിതാക്കളുടെ അവരുടെ ഉന്മേഷമാണ്. കാരണം ടീച്ചറോട് സൂചിപ്പിക്കുകയുണ്ടായി, പച്ചക്കറി തരാൻ ആവശ്യപ്പെടുമ്പോൾ മന്തി വരെ എത്തിപ്പെട്ട സ്കൂളാണെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഈ സ്കൂളുമായിട്ടുള്ള ബന്ധമാണ് ഇവ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയൽ സ്കൂളിലെ മദ്രസ ഉസ്താദ്മാരെ വിളിക്കണ മാതിരി നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സിനെയും ആ പരിപാടിക്ക് വിളിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സ്കൂളിലെ ഈ ടീച്ചേഴ്സിന് ഏത് വാതിക്ക വന്ന് മുട്ടാനും ഏത് വാതിക്ക വന്ന് തുറക്കുവാനും
അവർ കയറി വരുന്ന എന്താണ്, ഈ സ്കൂൾ അവർക്ക് കൊടുത്ത വിദ്യാഭ്യാസം സാംസ്കാരികമായിട്ടും അതുപോലെ മറ്റു രംഗങ്ങളിലും ഈ നേട്ടമുണ്ടാക്കിയത് ഞങ്ങളാണ്, ഞങ്ങളുടെ സ്കൂളാണ് എന്ന് പറയുള്ള അവരുടെ ആത്മധൈര്യമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ വേദിയിൽ നമ്മൾ സക്കാഫി അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഉണർത്തുന്നത് സ്കൂളിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം 50 വർഷം മുന്നിടുമ്പോഴും എല്ലാ രംഗത്തും LSS പോലത്തെ പഴയ കാലത്തൊന്നും ഇത്ര നമ്മൾ കുട്ടികൾ വിജയിക്കുന്നത് കേൾക്കില്ലായിരുന്നു. ഇന്ന് ചരിത്ര വിജയം നേടുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പോരായുണ്ട്. സ്കൂളിന് സ്പോർട്സ് രംഗത്ത് ഒരു 100 മീറ്റർ നീളത്തിൽ ഓടാനുള്ള ഒരു ഗ്രൗണ്ട് നമ്മുടെ സ്കൂളിനില്ല. ഇത് നമ്മൾ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് വിദൂരമല്ലാത്തൊരു ഭാവിയിൽ നമ്മൾക്ക് കൊടുത്തെങ്കിൽ സ്പോർട്സ് രംഗത്ത് നമ്മളെ കുട്ടികളെ ഉണർത്തി നൽകാൻ നമ്മൾ കഴിയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വേദിയിലുള്ളത് കൊണ്ട് സമയം തീർപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. അതുപോലെ തന്നെ ഇതിന് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ടീച്ചേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മളെ അമ്മായി ഒരുപാട് കാലം, അതുപോലെ തന്നെ ഫിറോസ് മാസ്റ്റർ, അതുപോലെ തന്നെ ഒരു കുട്ടി നമ്മളെ സ്കൂളിന് പെട്ടെന്ന് വിട വാങ്ങി പോയിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ ഓർക്കുകയാണ്. ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ജയ് ഹിന്ദ്. അടുത്തതായി ശ്രീനിവാസൻ VK. ശ്രീനിവാസനേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി.